നമസ്കാരം. കോഴിക്കോട് മിഠായി തെരുവിൽ 70-കാരൻ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പ്രതിക്കൂട്ടിലാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് CPM. ചേവായൂർ സ്വദേശിയായ അശോകൻ അടിയോടിയാണ് മരിച്ചത്. ഗവർണർ മിഠായി തെരുവിൽ എത്തുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് അവിടെ വലിയ ജനത്തിരക്കും അതുപോലെ തന്നെ ഗതാഗത തടസ്സവും ഒക്കെ ഉണ്ടായത്. ഈ ഗതാഗത തടസ്സം കാരണമാണ് അശോകൻ മരിച്ചത് എന്നാണ് CPM നിലവിൽ ആരോപിക്കുന്നത്. മാത്രമല്ല, മരണത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഗവർണറിനാണ് എന്നും ഗവർണർ ഒരു കൊലപാതകിയായി മാറിയിട്ടുണ്ട് എന്നുകൂടി CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ P മോഹനൻ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പോലീസിന്റെ സുരക്ഷ തനിക്ക് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് മിഠായി തെരുവിലൂടെ ഇറങ്ങി നടന്നത്. ഇതിനു തൊട്ട് മുൻപ് 12:36 ഈ അശോകൻ എന്ന വ്യക്തി കുഴഞ്ഞു വീഴുന്നത്. ഗവർണർ എത്തുന്നതിന് 5 മിനിറ്റ് മുൻപായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഗവർണറുടെ അപ്രതീക്ഷിതമായ മിഠായി തെരുവ് സന്ദർശനം നിമിത്തം ഉണ്ടായ ഗതാഗത തടസ്സം കാരണമാണ് അശോകനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയത് എന്നാണ് CPM ഉയർത്തുന്ന ആരോപണം. 12:55 അശോകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. CPM ഉയർത്തുന്ന ഈ ഗുരുതരമായ ആരോപണത്തെ പൊളിക്കുന്നത് കേരള പോലീസ് തന്നെയാണ്. കേരള പോലീസ് പറയുന്നത് ഈ കുഴഞ്ഞു വീണ ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ സമയം വൈകിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. ഈ ഒരു വലിയ പ്രതിഷേധത്തിനിടയ്ക്ക് SFI ഗവർണർക്കെതിരെ ഉയർത്തുന്ന ഗുരുതരമായ ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയിലാണ് CPMന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ഗുരുതര ആരോപണം ഉണ്ടായിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ പോലും ഗവർണറെ പ്രതിക്കൂട്ടിലാക്കാനാണ് ഇടതുപക്ഷം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.